നമ്മുടെ ഭരണഘടന സവിശേഷതകളേറെയുള്ള ഒന്നാണ്. ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ പ്രാണൻ എന്ന് പറയുന്നത്. ആ പ്രാണനെയാണ് ഇന്ത്യ പ്രതിഷ്ഠിച്ചത്. ആ പ്രാണപ്രതിഷ്ഠയാണ് 1950 ജനുവരി മാസം 26 നടന്നത്. അതിനേക്കാൾ ഒരു വലിയ പ്രതിഷ്ഠ ഇനിയും ഈ ഇന്ത്യയിൽ ഒരിക്കലും നടക്കാൻ ഇല്ല. ഭരണഘടനയ്ക്കപ്പുറത്തുള്ള വേറെ ഒന്നിനെയും നമുക്കാർക്കും എങ്ങും പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. മണിപ്പൂർ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു പൊന്തി തന്നെ നിൽക്കുകയാണ്. 8 മാസത്തിലധികമായി അന്തസ്സാർന്ന ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ജനതയുണ്ട് എന്ന് പറയുന്നതും, ഭീതി ഉള്ളിൽ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതും, പൗരത്വം എന്നതുപോലും അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമോ എന്നുള്ള ഭയാശങ്കകൾ ഉയർന്നു പൊന്തുന്നു എന്നുള്ളതും ഒരിക്കലും ഒരു നാടിനെ സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും രംഗത്തേക്ക് എത്തിക്കുകയേയില്ല. അപ്പോൾ നമുക്ക് അതിനെല്ലാം ഉയർത്തിപ്പിടിക്കാനും ചേർത്ത് നിർത്താനും ഏറ്റവും പ്രമുഖമായി കണക്കാക്കേണ്ടുന്നത് നമ്മുടെ ഭരണഘടനയെ തന്നെയാണ്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും ഓരോ ഭാരതീയൻ്റെയും ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ കടമ തന്നെയാണ്. ആലപ്പുഴയിൽ നിന്നും ഷൈജു ചേരുകയാണ്. ഷൈജു, മന്ത്രി കൂടുതലായി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞത്? അജി, അതായത് മന്ത്രി പി പ്രസാദ് നടത്തിയ തന്റെ റിപ്പബ്ലിക് ദിന സന്ദേശ പ്രഭാഷണത്തിൽ ഭരണഘടന എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാജ്യം ഉയർത്തിപ്പിടിച്ചതാണ്. ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഭരണഘടനയുടെ പ്രാണൻ, ആ ഭരണഘടന എന്ന പ്രാണനെ പ്രതിഷ്ഠിച്ചതിന്റെ വാർഷികം കൂടിയാണ്. അതിനേക്കാൾ വലിയൊരു പ്രാണപ്രതിഷ്ഠ ഇനി രാജ്യത്ത് വേറെ നടക്കാനില്ല. ഏത് പ്രാണപ്രതിഷ്ഠയ്ക്കും അപ്പുറമാണ് ഭരണഘടന. അതുകൊണ്ട് ഭരണഘടനയെ പ്രാണനെ പോലെ സ്നേഹിക്കാൻ രാജ്യത്തെ ഓരോ ആളുകളും ശ്രമിക്കണം എന്നതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിപ്പൂരിൽ ഭീതിയിൽ കഴിയുന്ന ജനങ്ങളുണ്ട്. പൗരത്വം അപകടത്തിലാകുന്നു എന്ന് കരുതുന്നവർ രാജ്യത്ത് അധിവസിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭയത്താലും കഴിയുന്ന നിരവധി ആളുകൾ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഉള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിനെല്ലാം പരിഹാരം കാണണമെങ്കിൽ ഭരണഘടന അവർ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ഭയങ്ങൾ മാറാൻ ഭരണഘടനയെ പ്രാണനാക്കി ഓരോരുത്തരും പ്രതിഷ്ഠിക്കാൻ സന്നദ്ധമാവണം എന്നതാണ്. അതുകൊണ്ട് ഭരണഘടനാ സംരക്ഷണത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് പറഞ്ഞ മന്ത്രി പി പ്രസാദ് ഗവർണർക്ക് നേരെ ഒളിയംതെറിയാനും മറന്നില്ല എന്നത് ഈ റിപ്പബ്ലിക് ദിന പ്രഭാഷണത്തിന്റെ പ്രത്യേകതയായി കാണേണ്ടതുണ്ട്. കാരണം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ ജനാധിപത്യത്തെ മാനിക്കാൻ ബാധ്യസ്ഥരാണെന്നും ആ മാന്യത പുലർത്താൻ അത്തരം ആളുകൾ ശ്രമിക്കണം എന്നും ഗവർണർക്ക് ഒരു ഒളിയമ്പെന്നോണം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുകയും ചെയ്തു. അജി, ആലപ്പുഴയിലായിരുന്നു മന്ത്രി പി പ്രസാദ് ഭരണഘടനയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയത്.